സോ കാൽഷ്യം അയോൺസ് ആസ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ്. എങ്ങനെയാണ് കാൽഷ്യം സെല്ലിന് കിട്ടുന്നത്? അപ്പോൾ നമ്മളൊരു സെല്ല് എടുക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ഒരു സെല്ലാണ്, സെല്ലിൻ്റെ മെംബ്രെയിനാണ്. അപ്പോൾ സെല്ലിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു, ഈ കാൽഷ്യത്തിൻ്റെ ഒരു കോൺസെൻട്രേഷൻ എക്സ്റ്റീരിയറിലും ഇൻസൈഡും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ. സെല്ലിൻ്റെ ഔട്ട്, സെല്ലിൻ്റെ ഇൻസൈഡ് എടുക്കുകയാണെങ്കിൽ ആ ഒരു കാൽഷ്യത്തിൽ വരുന്ന ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് വരെ സെൻസ് ചെയ്തിട്ട് ആക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് ആകുന്ന ഒരുപാട് ആൾക്കാർ സെല്ലിൻ്റെ അകത്തുണ്ട്. അപ്പം ഈ സെല്ലിൻ്റെ അകത്ത് എങ്ങനെ കാൽഷ്യം എത്തും? ഓക്കെ, അപ്പം ഈ ഇങ്ങനെ കാൽഷ്യം എത്തിയാൽ മാത്രമല്ലേ കാൽഷ്യത്തിന് സെക്കൻഡ് മെസ്സഞ്ചറായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നാമത്തെ വഴിയാണ് എൻട്രി ഫ്രം ഔട്ട്സൈഡ് ദ സെൽ. എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽസ്. നോക്കൂ, ന്യൂറോൺസിലും നെർവ് സെൽസിൽ അല്ലെങ്കിൽ മസിൽ സെൽസിലൊക്കെ ആണെങ്കിൽ ഈ വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനലാണ് ഈ എൻട്രിക്ക് കാരണമാവുന്നത്. നമുക്ക് നോക്കാം. ഇത്തരത്തിൽ ഒരു കാൽഷ്യം ചാനൽ ഉണ്ടാകും. ഈ ചാനലിൻ്റെ പണി എന്താണ്? കാൽഷ്യത്തിനെ സെല്ലിൻ്റെ അകത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. പക്ഷേ ഈ ചാനൽ വോൾട്ടേജ് ഗേറ്റഡ് ആണ്. വാട്ട് യു മീൻ ബൈ വോൾട്ടേജ് ഗേറ്റഡ്? വോൾട്ടേജ് ഗേറ്റഡ് എന്ന് പറയുമ്പോൾ മെംബ്രെയിനിൽ വോൾട്ടേജ് ഡിഫറൻസിനെ സെൻസ് ചെയ്തുകൊണ്ട് ആണ് ഈ ഒരു ചാനൽ ഓപ്പൺ ആൻഡ് ക്ലോസ് ആവുന്നത്. അപ്പോൾ വോൾട്ടേജ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ നോക്കൂ, ഇപ്പോൾ ഹൈപ്പർ പോളറൈസേഷൻ ആകാം, ഡീപോളറൈസേഷൻ ആകാം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വോൾട്ടേജ് ഡിഫറൻസ്, നെഗറ്റീവ് പൊട്ടൻഷ്യലോ പോസിറ്റീവ് പൊട്ടൻഷ്യലോ ഒക്കെ മാറുകയാണെങ്കിൽ അത് സെൻസ് ചെയ്തുകൊണ്ട് ഈ ചാനൽ ഓപ്പൺ ആയിട്ട് പുറത്തുള്ള കാൽഷ്യം അയോൺസ് ഈ ചാനൽ വഴി, വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽ വഴി സെല്ലിൻ്റെ അകത്തേക്ക് എത്തും. ഓക്കെ, അത് ഒരു മെത്തേഡ്. അതല്ലാതെ ലിഗാൻഡ് ഗേറ്റഡ് കാൽഷ്യം ചാനൽസ് ഉണ്ട്. ഓക്കെ, NMDA റിസപ്റ്റേഴ്സ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ. ഈ ലിഗാൻഡ് ഗേറ്റഡ് കാൽഷ്യം ചാനൽ എന്ന് പറയുമ്പോൾ ഈ കാൽഷ്യം ചാനൽ ഇങ്ങനെ ഉണ്ടാകും. ഈ കാൽഷ്യം ചാനൽ എപ്പം മാത്രമേ തുറക്കുള്ളൂ? അവിടെ അതിൻ്റെ ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമേ തുറക്കുള്ളൂ. നമ്മൾ ലിഗാൻഡ് ഗേറ്റഡ് ചാനൽസ് പഠിച്ചു, അയനോട്രോപിക് റിസപ്റ്റർ പഠിച്ചത്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ. അവിടെ പെർട്ടിക്കുലർ ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമാണ് ഈ ചാനൽ ഓപ്പൺ ആയിട്ട് കാൽഷ്യം അകത്തേക്ക് എൻ്റർ ആവുന്നത്. ഓക്കെ, മൂന്നാമത്തത് സ്റ്റോർ ഓപ്പറേറ്റഡ് കാൽഷ്യം ചാനൽ. ഈ സ്റ്റോർ ഓപ്പറേറ്റഡ് കാൽഷ്യം എന്ന് പറയുമ്പോൾ നമ്മളെ സെല്ലിൻ്റെ അകത്ത് കാൽഷ്യം സ്റ്റോർ ചെയ്യുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലാണ്. ഓക്കെ, ഇതാണ് ER ഒരു മെമ്പറൈൻ ആണെന്ന് കരുതിക്കോളൂ. ഓക്കെ, ഇനി ERൽ ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ ഫുഡ് സൂക്ഷിക്കുന്നത് പോലെ ഇങ്ങനെ കാൽഷ്യം ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ERൽ എങ്ങനെ കാൽഷ്യം എത്തി? കാൽഷ്യത്തിന് ERലേക്ക് എത്തിക്കാൻ സ്പെഷ്യൽ സ്റ്റെം എന്നൊക്കെ പറഞ്ഞ സ്പെഷ്യൽ ട്രാൻസ്പോർട്ടർ ഉണ്ട്. ഇതുവഴിയാണ് നേരെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത്, രണ്ട് സ്ഥലത്തും കാണും, സെൽ മെംബ്രെയിനിലും കാണും, ERൻ്റെ മെംബ്രെയിനിലും കാണും. അതുവഴി കാൽഷ്യം എന്ത് ചെയ്യുന്നുണ്ട്, ERലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പം സ്റ്റോർ ചെയ്ത് വെക്കും കാൽഷ്യത്തിനെ. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ERന്ന് കാൽഷ്യത്തിനെ സൈറ്റോസോളിലേക്ക് റിലീസ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് കാൽഷ്യം സെല്ലിൻ്റെ അകത്തേക്ക് എത്തുന്നത്. ഓക്കെ, ദീസ് ആർ ദ എൻട്രി ഫ്രം ഔട്ട്സൈഡ് ദ സെൽ. ഇനി ഓൾറെഡി കാൽഷ്യം നമ്മൾ സെല്ലിൻ്റെ അകത്തെത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആവശ്യമുള്ള സമയത്ത് ഇൻട്രാ സെല്ലുലാർ സ്റ്റോറിൽ നിന്നും കാൽഷ്യത്തിനെ പുറത്തേക്ക് എടുക്കുന്നത്? ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഓക്കെ, ER. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ സ്ലൈഡിൽ കണ്ടു, ER എന്ന് പറയുന്നത് കാൽഷ്യത്തിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മൾ ഫ്രിഡ്ജിൽ ഫുഡ് സൂക്ഷിക്കുന്നത് പോലെ ERൽ കാൽഷ്യത്തിന് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഇനി ആ ERന്ന് ആവശ്യമുള്ള സമയത്ത് നോക്കൂ, ഇതിപ്പോൾ ER ആണെങ്കിൽ ERൻ്റെ മെംബ്രെയിനിൽ കാൽഷ്യം ചാനൽസ് ഒക്കെ ഉണ്ട്. ആ ചാനൽ വഴി ERന്ന് സൈറ്റോസോളിലേക്ക് എന്ത് ചെയ്യും, കാൽഷ്യം എത്തും. ഓക്കെ, അങ്ങനെ എത്തുന്ന ഒരു മെത്തേഡാണ് ഈ IP3 റിസപ്റ്റേഴ്സ് വഴി. ഈ IP3 എന്ന് പറയുന്നത് നമ്മൾ GPCR സിഗ്നലിംഗ് നമ്മൾ കാണും. ആ സിഗ്നലിങ്ങിൻ്റെ ഭാഗമായിട്ട് IP3 ഉണ്ടാവുന്നത് ഫോസ്ഫോലിപ്പേസ് എന്ന് പറഞ്ഞ എഫക്ടറിൻ്റെ ഫംഗ്ഷൻ വഴിയാണ്. നമ്മൾ നോക്കും, ഈ ഫോസ്ഫോലിപ്പേസ് IP3 പ്രൊഡ്യൂസ് ചെയ്യുന്ന വഴി എന്ത് ചെയ്യുന്നുണ്ട്, IP3 കാരണം IP3 മോളിക്യൂൾസ് റിലീസാകുന്ന സമയത്ത് ER മെംബ്രെയിനിൽ IP3 ഗേറ്റഡ്, ഓക്കെ, IP3 ഗേറ്റഡ് ആയിട്ടുള്ള ചാനൽ, കാൽഷ്യം ചാനലുണ്ട്. ഈ ചാനലിൻ്റെ ഈ ഒരു സൈറ്റോസോളിക് ഫേസിലേക്ക് 1, 2, 3, 4 IP3കൾ വന്ന് ബൈൻഡ് ചെയ്യുമ്പം ഈ കാൽഷ്യം ചാനൽ ഓപ്പൺ ആയിട്ട് അങ്ങനെ കാൽഷ്യം സൈറ്റോസോളിലെത്തുന്നു. ഓക്കെ, ഇതൊക്കെ ഓരോ മെത്തേഡാണ് നമ്മൾ എങ്ങനെ സൈറ്റോസോളിലേക്ക് കാൽഷ്യം എത്തിക്കുന്നു എന്നുള്ളത്. വേറൊരു എക്സാമ്പിൾ റൈനോഡൈൻ റിസപ്റ്ററാണ്, മസിൽസിൽ കാണുന്ന റിസപ്റ്ററാണ്. ഓക്കെ, ഇവരെന്ത് ചെയ്യും, കാൽഷ്യം തന്നെയാണ് ഈ ഒരു റിസപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് കാൽഷ്യത്തിനെ തന്നെ റിലീസ് ചെയ്യും. ഓക്കെ, അതായത് ഈ റിസപ്റ്ററിലേക്ക് മസിൽ സെൽസിലൊക്കെ കാണുന്ന ഈ റിസപ്റ്ററിലേക്ക് കാൽഷ്യം വന്ന് ബൈൻഡ് ചെയ്യുകയും കാൽഷ്യം ബൈൻഡ് ചെയ്യുന്നത് കൊണ്ട് എഗെയിൻ ആ സെല്ലിൻ്റെ അകത്തേക്ക് കാൽഷ്യം റിലീസ് നടക്കുകയും ചെയ്യുന്നുണ്ട്. കാൽഷ്യം വഴി കാൽഷ്യം റിലീസ് നടക്കുന്ന ഒരു എക്സാമ്പിളാണ് റൈനോഡൈൻ റിസപ്റ്റർ എന്ന് പറയുന്നത്. സോ കാൽഷ്യം എങ്ങനെയൊക്കെ എത്തുന്നു എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കാൽഷ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, കാൽഷ്യം അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കി, കാൽഷ്യം സെല്ലിൻ്റെ അകത്തേക്ക് എങ്ങനെ എത്തുന്നു, ഇനി കാൽഷ്യം റിലീസ് ഫ്രം ദ ഇന്റേണൽ സോഴ്സ് അല്ലെങ്കിൽ സെല്ലിൻ്റെ അകത്ത് നിന്ന് കാൽഷ്യം എങ്ങനെ റിലീസ് ചെയ്യുന്നു നമ്മൾ നോക്കി. ഓക്കെ, ഇനി കാൽഷ്യത്തിൻ്റെ നമുക്ക് ഫങ്ഷൻ. ഓക്കെ, കാൽഷ്യം സെക്കൻഡ് മെസ്സഞ്ചർ ആയിട്ട്
സെല്ലിൽ എന്താണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് മസിൽ കോൺട്രാക്ഷൻ ആണ്. സ്കെൽറ്റൽ മസിൽ, കാർഡിയാക് മസിൽ, സ്മൂത്ത് മസിൽ ഏതും ആയിക്കോട്ടെ, അവിടെ മസിൽ കോൺട്രാക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അയോണാണ് കാൽഷ്യം അയോൺ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, സിനാപ്സിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് റിലീസിന് കാൽഷ്യം ആവശ്യമുണ്ട്. ദെൻ എക്സോസൈറ്റോസിസ് വഴി നമ്മളൊരു ഹോർമോൺ സെക്രഷൻ, നമുക്ക് സെല്ലിൻ്റെ അകത്ത് വെസിക്കിളിൽ സ്റ്റോർ ചെയ്ത ഹോർമോണുകളെ ഇങ്ങനെ എക്സോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ അത് പുറത്തേക്ക് വന്ന് ഈ മെംബ്രെയിനുമായിട്ട് ഇങ്ങനെ എന്താ പറയുക, പുറത്തേക്ക് മെംബ്രെയിനായിട്ട് കണക്റ്റായി ഈ മെംബ്രെയിൻ എന്ത് ചെയ്യും, അത് ഫ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടന്റുകളെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സോസൈറ്റോസിസ് നടക്കണമെങ്കിൽ കാൽഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫെർട്ടിലൈസേഷൻ, നമുക്കറിയാം കാൽഷ്യം നമ്മൾ ഡെവലപ്മെൻ്റൽ ബയോളജി എന്ന് പറയുന്ന സുവോളജിയിലെ സബ്ജക്ട്സിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ എഗ്ഗിൻ്റെ ആക്ടിവേഷന് കാൽഷ്യം അയോൺസിന് റോളുണ്ട്. ദെൻ സെൽ ഗ്രോത്ത്, സെൽ പ്രോലിഫറേഷൻ, അപ്പോട്ടോസിസിലൊക്കെ സിഗ്നലിംഗ്, അവിടെ വരുന്ന സിഗ്നലിങ്ങിലൊക്കെ കാൽഷ്യത്തിന് റോളുണ്ട്. ദെൻ ജീൻ എക്സ്പ്രഷൻ വയ ആക്ടിവേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ NFAT, അത്തരം ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിൻ്റെ ഒക്കെ ആക്ടിവേഷനും കാൽഷ്യത്തിന് റോളുണ്ട്. ദെൻ സെല്ലിൻ്റെ അകത്തെ മെറ്റബോളിസത്തിൻ്റെ റെഗുലേഷനും കാൽഷ്യത്തിന് റോളുണ്ട്. ഇതൊക്കെ വളരെ ബ്രോഡായിട്ടുള്ള ഹെഡിങ് ആണ്. ഇതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് കാൽഷ്യത്തിൻ്റെ റോൾസ് ഒക്കെ പറയുന്നുണ്ട്. അത്ര ഡെപ്തിൽ നമുക്ക് വേണ്ട. ഇത്രയും കാര്യങ്ങൾക്ക് കാൽഷ്യം ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇനി കാൽഷ്യം സിഗ്നലിങ്ങിൽ വരുന്ന എവിടെയൊക്കെ കാൽഷ്യം വരുന്നുണ്ടോ അധിക കേസുകളിലും അവിടെ വരുന്ന വേറെ ഒരു മോളിക്യൂളാണ് കാൽമോഡുലിൻ എന്ന് പറയുന്നത്. കാൽമോഡുലിൻ. ഇപ്പോൾ കാൽഷ്യത്തിൻ്റെ എമൗണ്ട് കൂടുന്നു നമ്മൾ പറഞ്ഞല്ലേ. ഈ എമൗണ്ട് കൂടുന്നത് സെൻസ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രോട്ടീനുകൾ, ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻ കൈനേസുകൾ ആക്റ്റീവ് ആകാറുണ്ട്. അതുപോലെ പല ആൾക്കാർ ആക്റ്റീവ് ആകാറുണ്ട്. അങ്ങനെ ആക്റ്റീവ് ആകുന്നതിൽ ഒരു മെജോറിറ്റി ഓഫ് ഗ്രൂപ്പാണ് ഈ കാൽമോഡുലിൻ എന്ന് പറയുന്നത്, CAM, കാൽമോഡുലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാൽമോഡുലിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ചിലപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം. കാൽമോഡുലിൻ കാൽഷ്യം സെൻസറാണ്, അതായത് കീ കാൽഷ്യം സെൻസർ. കാൽഷ്യത്തിനെ സെൻസ് ചെയ്യുന്ന ഒരു മോളിക്യൂളാണ് ഈ കാൽമോഡുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ കാൽഷ്യം ലെവൽ സെല്ലിൻ്റെ അകത്ത് എപ്പോഴും കാൽമോഡുലിൻ ആവണമെന്ന് നിർബന്ധമില്ല. ചില സമയത്ത് ചില പ്രോട്ടീൻസിൻ്റെ കാൽമോഡുലിൻ ഡൊമൈൻ ഉണ്ടാകും, അതായിരിക്കും പോയിട്ട് കാൽഷ്യം സെൻസ് ചെയ്തിട്ട് അങ്ങനെയും വരാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഒരു പ്രോട്ടീൻ ഉണ്ട്, പ്രോട്ടീൻ്റെ പേര് X എന്നാണ്. ഈ പ്രോട്ടീൻ്റെ ഈ ഒരു സബ് യൂണിറ്റ് എന്ന് പറയുന്നത് കാൽമോഡുലിനാണ്. കാൽമോഡുലിനാണ്. അങ്ങനെയൊക്കെ വരാം കേട്ടോ. അപ്പം ഈ കാൽഷ്യം ലെവൽ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ റൈസ് ഡിറ്റക്ട് ചെയ്യുന്നു. അത് കാൽഷ്യം എന്ത് ചെയ്യും, കാൽമോഡുലിനിലേക്ക് ബൈൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാം സെല്ലിൻ്റെ അകത്തേക്ക് കാൽഷ്യം എത്തുന്നു. അത് ചിലപ്പോൾ അകത്തുനിന്ന് ER സ്റ്റോർ ചെയ്ത കാൽഷ്യം ആകാം. ER സ്റ്റോർ ചെയ്ത കാൽഷ്യം പുറത്തേക്ക് വരുന്നതുണ്ടോ, അങ്ങനെയും ആകാം. എങ്ങനെയോ സൈറ്റോസോളിൽ കാൽഷ്യത്തിൻ്റെ എമൗണ്ട് ഇങ്ങനെ കൂടുന്നു. കാൽഷ്യത്തിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ കാൽമോഡുലിൻ അത് സെൻസ് ചെയ്തിട്ട് കാൽമോഡുലിനും കാൽഷ്യവും കൂടി ഒരു കോംപ്ലക്സ് ഫോം ചെയ്തു. ആ കോംപ്ലക്സിൻ്റെ പേരാണ് കാൽഷ്യം കാൽമോഡുലിൻ കോംപ്ലക്സ്. ഈ കാൽഷ്യം കാൽമോഡുലിൻ കോംപ്ലക്സ് ഇനീഷ്യലി എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കില്ല ഈ കോംപ്ലക്സ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുക. കാൽമോഡുലിൻ്റെ സ്ട്രക്ചർ മാറും. അപ്പോൾ കാൽഷ്യം കാൽമോഡുലിൻ കോംപ്ലക്സിന് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാകും. അങ്ങനെ സ്ട്രക്ചറിൽ ഇപ്പോൾ ആദ്യം കാൽമോഡുലിൻ ഇങ്ങനെയായിരിക്കാം, അതിനുശേഷം കാൽഷ്യം ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാൽമോഡുലിന് ഇങ്ങനെ എവിടെയും കാൽഷ്യം കിട്ടിക്കഴിഞ്ഞാൽ കാൽമോഡുലിൻ ചിലപ്പോൾ ഇങ്ങനെയാവും. അങ്ങനെ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാകും. യൂഷ്വലി 4 കാൽഷ്യം അയോൺസ് ആണ് എന്നെ കാൽമോഡുലിൻ ബൈൻഡ് ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. നമ്പർ അത്ര നോക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ കാൽഷ്യം കാൽമോഡുലിൻ ബൈൻഡിങ് നടന്നു കഴിഞ്ഞാൽ അവിടെ സ്ട്രക്ചറൽ ചേഞ്ച് നടക്കും. ഇങ്ങനെ സ്ട്രക്ചറൽ ചേഞ്ച് ആയിട്ടുള്ള കാൽമോഡുലിന് ചില സബ്സ്ട്രേറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. കാൽമോഡുലിന് ചില സബ്സ്ട്രേറ്റുകളെ ബൈൻഡ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ദിസ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ബൈൻഡ്സ് ആൻഡ് റെഗുലേറ്റ് ടാർഗറ്റ് പ്രോട്ടീൻസ്. അങ്ങനെ ടാർഗറ്റ് പ്രോട്ടീൻസിനെ ബൈൻഡ് ചെയ്യാം, റെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓവർ പോസിറ്റീവ്ലി റെഗുലേറ്റ് ചെയ്യാം, നെഗറ്റീവ്ലി റെഗുലേറ്റ് ചെയ്യാം കേട്ടോ. കാൽമോഡുലിൻ ഇറ്റ്സെൽഫ് ഹാസ് നോ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ബട്ട് ആക്ടിവേറ്റ്സ് മെനി എൻസൈം. കാൽമോഡുലിൻ തനി ഇരിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് എൻസൈമാറ്റിക് ആക്ടിവിറ്റി, സബ്സ്ട്രേറ്റുകൾ ഫോസ്ഫോറിലേറ്റ് ചെയ്യാനോ അങ്ങനത്തെ ഒരു കൈനേസ് ആക്ടിവിറ്റി അവർക്ക് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എന്താണ്, അവർക്ക് ഇത്തരത്തിൽ കാൽഷ്യത്തിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ ആക്ടിവേറ്റ് മെനി എൻസൈംസ്. അപ്പോൾ ഇതാണ് കാൽഷ്യം ആസ് എ സെക്കൻഡ് മെസ്സഞ്ചർ. നിങ്ങൾ ഇനി ഒരുപാട് സെക്കൻഡ് മെസ്സഞ്ചറിനെ പഠിക്കും, പക്ഷേ കാൽഷ്യത്തിൻ്റെ റോള് എക്സ്ട്രാ എടുത്ത് പഠിക്കണം.